എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് വൈറ്റിലുള്ള അതിഥി റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മുള കൊണ്ട് നിർമ്മിച്ച കവാടവും ഗേറ്റുമാണ് നമ്മുടെ വരവേൽക്കുന്ന റിസോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനോഹരമായിട്ട് മുളകൾ കൊണ്ട് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടതുവശത്തായിട്ട് ഇവർ പാറക്കൂട്ടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് ഒരു കോട്ടേജാണ്. നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. പാർക്കിംഗ് ഏരിയയിലേക്കും റിസപ്ഷനിലേക്കും പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ഫൗണ്ടെയിൻ കാണാൻ കഴിയും. ചെറിയൊരു തേയിലത്തോട്ടവുമാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പാർക്കിനോട് ചേർന്ന് തന്നെയാണ് റിസപ്ഷനും വരുന്നത്. പാർക്കിംഗ് ഏരിയയിൽ ബസ്സൊക്കെ നിർത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ബസ്സായിട്ടാണ് മിക്ക ആൾക്കാരും ബസ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. തേയിലത്തോട്ടമാണ്, ചെറുതായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നമുക്കൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ലവ് ഷേപ്പിൽ നമുക്ക് ഒരു രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രി നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയാണിത്. അതിൻ്റെ ചിത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, പോസ് ചെയ്തൊക്കെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റ് നല്ല മനോഹരമാക്കിയിട്ട് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ചെയ്തത് മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട് അത്. നമുക്ക് ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ബുഫേ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഇതിൽ ഷെഫ് ആൻഡ് ഡിഷും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന ഒരു പിഞ്ച് ഭക്ഷണം കഴിക്കാനുള്ളത്. അതുപോലെ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് വെച്ചാൽ പൂളിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫിഷ് ഫ്രൈ ആയിരുന്നു, ഇനി അത് ഒഴിവാക്കി അവർ മസാജ് ചെയർ കൊണ്ടുവരുന്നു. അത് എക്സ്ട്രാ ചാർജബിളാണ്. അത് നെക്സ്റ്റ് അടുത്ത് തന്നെ അവർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റർടൈൻ ചെയ്യാനുള്ള ഓരോ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് ക്യാമ്പ് ഫയറൊക്കെ വെക്കുമ്പോൾ മ്യൂസിക്കിന് വേണ്ടിയുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അധികം പ്രോപ്പർട്ടിയിൽ കാണാത്ത ഒരു സ്റ്റേജ് ഇവിടെയുണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസിലൊന്നുമില്ല, ചില പ്രോപ്പർട്ടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതവർ ഫ്രീ ആണ്, മിനി സ്റ്റേജ് അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫങ്ഷൻസൊക്കെ ചെയ്യാനോ അതല്ല ഇപ്പോൾ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പൂള് എന്നെടുത്ത് പറയാൻ അത്യാവശ്യം വലുപ്പമുള്ള പൂൾ തന്നെയാണ്, കുഴപ്പമില്ലാത്തൊരു പൂള്. അവരതിൻ്റെ സൈഡിൽ അവരുടെ പേര് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ ഗെയിംസും അതുപോലെ ടർഫും അടുത്തടുത്ത് തന്നെയാണ്. ഇൻഡോർ ഗെയിംസിൽ നമുക്ക് ക്യാരംസ്, ചെസ്സ് മുതലായവയുണ്ട്. ടർഫും അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ടർഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്തോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടർഫ് തന്നെയാണിത്. ഇനി നമ്മൾ കോട്ടേജിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് സിംഗിൾ കോട്ടേജ് ഉണ്ട്, അതുപോലെ ഡബിൾ ബെഡ്റൂം വരുന്ന കോട്ടേജുകളും ഇവിടെ അവൈലബിൾ ആണ്. സിംഗിൾ ബെഡ്റൂമിൻ്റെ കോട്ടേജ് ഒരെണ്ണവും ഡബിൾ ബെഡ്റൂമിൻ്റെ ഏകദേശം 4 കോട്ടേജും അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൂൾ വില്ലയും ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ അതുപോലെ നമുക്ക് ഫാമിലിയിലൊക്കെ ലൈക്ക് ഒരു 30-35 പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പോകുന്ന വഴി ലൈക്ക് ഈ റൂമിലേക്ക് പോകുന്ന വഴി തന്നെ ചെറിയൊരു ഫൗണ്ടെയിൻ, ഓൾമോസ്റ്റ് ഒരു ഫൗണ്ടെയിൻസ് ഒക്കെ നിർമ്മിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. മാക്സിമം ഒരു ഏരിയകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചെറിയൊരു ബ്രിഡ്ജൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വില്ലയിലേക്ക് പോകുന്ന വഴി ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടു ബെഡ്റൂംസ് കോട്ടേജിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല അത്യാവശ്യം ആംബിയൻസുള്ള റിവ്യൂ അവിടെ നിന്ന് കിട്ടുന്നത്. D3 ബ്ലോക്കാണിത്. ചെറിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയയും വാഷ് ബേസിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. നേരെ ഒരു റൂമിലേക്ക് പോകാം. അത്യാവശ്യം വലുപ്പമുള്ള ബെഡൊക്കെ തന്നെയാണ്. കർട്ടനൊക്കെ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇത് സെക്കൻഡ് ബെഡ്റൂം തന്നെയാണ്. എല്ലാത്തിലും സെപ്പറേറ്റ് ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും സെപ്പറേറ്റ് തന്നെയാണ്. വൃത്തിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം തന്നെയാണിത്. ഈ പ്രോപ്പർട്ടിയിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളൊന്നും അവർ വെട്ടി നശിപ്പിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും എപ്പോഴും ഇവിടെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് പൂൾ വില്ലയിലേക്കാണ്. പൂൾ വില്ല ഈ പ്രോപ്പർട്ടിയുടെ ഒരു കുറച്ച് മാറിയിട്ട്, ഒരു പ്രൈവസിക്ക് വേണ്ടി കുറച്ച് മാറിയിട്ടാണ് ഈ പൂൾ വില്ല വരുന്നത്. ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില്ല തന്നെയാണിത്. ഒരു ചെറിയ സിറ്റ് ഔട്ട് കയറി നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസും അതുപോലെ ഫുഡ് കഴിക്കാനുള്ള ലൈക്ക് ഒരു ഡൈനിങ് ഏരിയയും കൂടിയുണ്ട്. ബെഡ്റൂമിനകത്ത് അത്യാവശ്യം ഒരു ക്യൂൺ സൈസ് ബെഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടി വിയും കാര്യങ്ങളും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ബാത്റൂമും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ പൂളിൻ്റെ പ്രൈവറ്റ് പൂളിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ കാണുന്നത് അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് ആഴമുണ്ട്, ചെറിയൊരു ആഴമുള്ള ഒരു പൂളാണ്. അതിൻ്റെ മതിലിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഭംഗിയായിട്ട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് പ്രോപ്പർട്ടീസും നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതിനുപരിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ദയവായി അതിനകത്തേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യും. ഈ പ്രോപ്പർട്ടിയുടെ സിംഗിൾ ബെഡ്റൂമിൻ്റെ കോട്ടേജിലേക്ക് നമ്മൾ പോകുന്നത്. അത്യാവശ്യം പ്രൈവസി ഉള്ളൊരു കോട്ടേജാണ്. ചെറിയ ഫാമിലിക്കൊക്കെ പറ്റുന്നൊരു കോട്ടേജാണ്. നല്ല വലുപ്പവും നല്ല വൃത്തിയുള്ള റൂം തന്നെയാണ്. ഒരു കിങ് സൈസാണ് ഈ ഒരു റൂമിലെ ബെഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ഒരുപാട് നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ഈ പ്രോപ്പർട്ടിയിലെ എക്സ്പീരിയൻസ് നമ്മുടെ ഗസ്റ്റ് പറയുന്നതായിരിക്കും. അതിലേക്ക് വന്നതാണ്. നല്ല അടിപൊളി പ്ലേസാണ്. വൈകുന്നേരങ്ങളിൽ വന്ന് ഇരുന്നാണ് അടിപൊളി നല്ല ഗംഭീര പ്ലേസ്.